നമസ്കാരം. ഇന്ന് നമ്മളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാൻ കൊതിച്ചുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏതൊക്കെയോ നിഗൂഢമായ കോണുകളിൽ നമ്മിൽ പലരുടെയും കാണാതായ കുട്ടികൾ ഏതൊക്കെയോ തടവുകളിൽ പെട്ട് കഴിയുന്നുണ്ട്. കാണാതായ കുട്ടികളെല്ലാം എവിടേക്ക് പോകുന്നു, എവിടേക്ക് മറയുന്നു എന്നുള്ള ചോദ്യം അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളം തകർക്കേണ്ടതാണ്. കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ വെളിപ്പെടുത്തിയ ഒരു കണക്കുണ്ട്. 2018 മുതൽ 2023 വരെയുള്ള 5 വർഷ കാലയളവിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം കാണാതായത് 10,000-ലധികം കുട്ടികളെയാണ്. 10,000-ലധികം കുഞ്ഞുങ്ങൾ. എന്തൊരു വലിയ സംഖ്യ! എവിടെയായിരിക്കും ആ കുട്ടികളിപ്പോൾ? ഏത് അജ്ഞാത ശക്തികളുടെ കൈകളിലായിരിക്കും അവർ? ഏത് തൊഴിലിടങ്ങളിലെ പീഡന മുറികളിലായിരിക്കും അവർ? ഓർക്കാൻ തന്നെ കഴിയാത്തത്ര വേദനാജനകം. തീരാവേദനയാവുന്ന ഈ കുട്ടികളുടെ തിരോധാനത്തെക്കുറിച്ച് കണക്കുകൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യം വെച്ച് നമുക്കിന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ ഭാവി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ ആ കുട്ടികൾ, അവർ എവിടെയാണ്? ആ ചോദ്യം ഒരുപിടി ആശങ്കകളോടെ കേരളം വീണ്ടും ചോദിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം രാജ്യസഭയിൽ വെളിപ്പെടുത്തിയ കണക്കുകളിലാണ് 2018 മുതൽ 2023 വരെയുള്ള 5 വർഷ കാലയളവിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം കാണാതായത് 10,000-ലധികം കുട്ടികളെയാണ് എന്നത്. കൃത്യമായി പറഞ്ഞാൽ 11,125 കുട്ടികളെ. ആ 11,125 കുട്ടികളിൽ ഭൂരിപക്ഷം പേരെയും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞുവെന്നത് ആശ്വാസകരമാണ്. 9,518 കുട്ടികളെ വീണ്ടെടുത്തു. പക്ഷേ അപ്പോഴും നടക്കുന്ന യാഥാർത്ഥ്യം അതല്ല. ഇപ്പോഴും 607 കുട്ടികൾ കാണാമറയത്താണ് എന്നുള്ളതാണ്. എവിടെയാണ് ആ കുട്ടികൾ? എന്താണ് അവർക്ക് സംഭവിച്ചിരിക്കുക? അവരെ കാത്തിരിക്കുന്ന അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്താണ്? അവരുടെ കുടുംബാംഗങ്ങളുടെ അവസ്ഥ എന്താണ്? കാണാതായ കുട്ടികളുടെ കണക്കെടുക്കുമ്പോൾ 20 വർഷം മുൻപ് ആലപ്പുഴയിൽ നിന്ന് അപ്രത്യക്ഷനായ 7 വയസ്സുകാരനായ രാഹുലിൻ്റെ ഓർമ്മ ഒരുപക്ഷെ ഓരോ മലയാളിയുടെയും മനസ്സിൽ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ആ ചിന്ത, ഓർമ്മ ഓടിയെത്തേണ്ടതുമാണ് ഈ നിമിഷങ്ങളിൽ. 2005 മെയ്യിൽ സംഭവിച്ച ആ തിരോധാനം, രാഹുൽ എന്ന് പറയുന്ന കുട്ടിയുടെ തിരോധാനം, ആ കുട്ടിയെ കാണാതായാൽ ആ കുടുംബത്തിന് ഉണ്ടാകുന്ന ദുരന്തത്തിൻ്റെ ആഴം എത്രത്തോളമാണ് എന്ന് കേരളത്തെ പഠിപ്പിച്ചു തന്ന ഒരു ദുരന്തമാണ്. അന്ന് ആ സംഭവം നടന്നപ്പോൾ ആ വീട്ടിലേക്ക് പോവുകയും ആ വീട്ടുകാരോട് സംസാരിക്കുകയും 2 ദിവസം അവിടെ താമസിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവതാരകനായ ഞാൻ. അന്ന് ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ വീട്ടിലേക്ക് വെള്ളം കുടിക്കാൻ പോയ രാഹുലിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, പലതവണ വീട്ടിലേക്ക് വന്നു, ചോദ്യങ്ങൾ ചോദിച്ചു, നാട്ടുകാരോട് ചോദിച്ചു, ബന്ധുക്കളോട് ചോദിച്ചു, വിശദമായ അന്വേഷണങ്ങൾ നടത്തി. ആ സ്ഥലത്ത് സംശയം ഉള്ളതായി കരുതപ്പെടുന്ന പലരെയും ചോദ്യം ചെയ്തു. ഒടുവിൽ കേസ് CBIക്ക് കൈമാറി. പക്ഷേ ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ നിമിഷം വരെയും. ആ കേസ് അവസാനിപ്പിച്ചു. രാഹുലിൻ്റെ തിരോധാനം ആ കുടുംബത്തെ എങ്ങനെയൊക്കെ വേട്ടയാടിയെന്ന് നമ്മൾ പല രീതിയിൽ കണ്ടതാണ്. ആ കുടുംബത്തിന് പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ, വിദേശത്തായിരുന്ന അച്ഛൻ നാട്ടിൽ തിരിച്ചെത്തി. പിന്നീട് മടങ്ങിപ്പോയില്ല. എനിക്ക് എൻ്റെ മകനെ കണ്ടേ തിരിച്ചു പോകാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ തുടർന്നു. നാടുകൾ തോറും അന്വേഷിച്ചു, റെയിൽവേ സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങി, തീവണ്ടികളിൽ യാത്ര ചെയ്തു, അന്യ സംസ്ഥാനങ്ങളിൽ പോയി, ഇതര സംസ്ഥാനങ്ങളിൽ അവിടെയൊക്കെ അന്വേഷിച്ച് നടന്നു. തിരിച്ച് വീണ്ടും വീട്ടിലേക്കെത്തി. കേസന്വേഷണത്തിനായിട്ട് ഓടി നടന്ന മുത്തച്ഛൻ 2019 മരിച്ചു. ഒടുവിൽ മകനെ കാണാതായതിലുള്ള ദുരിതം താങ്ങാനാവാതെ അച്ഛൻ 2022 ആത്മഹത്യ ചെയ്തു. ഒരൊറ്റ സംഭവം ഒരു കുടുംബത്തെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കുന്നു എന്നതിന് ഇതിലും വലിയ ഉദാഹരണം ഉണ്ടോ എന്ന് ചോദിക്കാം. ഇപ്പോഴും ആ വീട്ടിൽ പോയാൽ ആ കുട്ടിയുടെ ഏറ്റവും ഒടുവിലത്തെ ചിത്രങ്ങൾ വരെ അവർ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. ഭിത്തിയിൽ, ആൽബങ്ങളിലെ പേജുകളിൽ, ഒപ്പം ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത ഹൃദയത്തിലും. അപ്പോൾ ഇതേപോലെ രാഹുൽ മാത്രമല്ല, കാണാതായ കുട്ടികൾ എവിടെയാണ്? അവർ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ്? ഏതവസ്ഥയിലാണ്? എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഈ 607 കുട്ടികളുടെ കുടുംബങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഈ 607 കുട്ടികളുടെ കുടുംബങ്ങളും ഓരോ നിമിഷവും ദുരിതത്തിലാണ് എന്ന് ഓർക്കുക. അവരുടെ വേദനയെ കണക്കുകൾ കൊണ്ട് നമുക്ക് അളക്കാൻ കഴിയില്ല. അവർ മരിച്ചു എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നീട് അതുമായി പൊരുത്തപ്പെടാൻ കഴിയും. ഇത് ഏതോ വിദൂരതയിൽ, ഏതോ അജ്ഞാത ശക്തികളുടെ ഇടയിൽ എന്തു ചെയ്യുന്നു എന്നറിയാതെ അവരുടെ മക്കളെക്കുറിച്ചുള്ള വിചാരങ്ങളിൽ അവർക്ക് ഓരോ നേരവും പച്ചവെള്ളം പോലും ആത്മാർത്ഥമായി കുടിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നു. ഇവിടെ കേരളത്തിൻ്റെ കണക്കുകൾ മാത്രം കണ്ടാൽ മതിയാവില്ല. ദേശീയ തലത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. 2018 മുതൽ 2023 വരെയുള്ള കണക്കുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് 6,14,432 കുട്ടികളെയാണ് കാണാതായത്.
അതായത് 6 ലക്ഷത്തിലധികം കുട്ടികൾ. ഇവരിൽ 3,81,044 പേരെയാണ് തിരികെ കണ്ടെത്താൻ കഴിഞ്ഞത്. കാണാതായ 6,14,432 കുട്ടികളിൽ 3,81,044 പേരെ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ വിവരം ലഭിക്കാത്ത കുട്ടികളുടെ എണ്ണം അത് ഞെട്ടിപ്പിക്കുന്നതാണ്. 2,33,388. അത്രയും കുട്ടികളെ ഒരുമിച്ച് നിർത്തിയാൽ ആ കുഞ്ഞു മുഖങ്ങൾ ഒന്ന് കണ്ടു നോക്കുക മനസ്സിൽ. ഏകദേശം 2.25 ലക്ഷത്തിലധികം കുട്ടികളെ കാണാതായിരിക്കും. ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് പശ്ചിമ ബംഗാൾ, അതേപോലെ തന്നെ മധ്യപ്രദേശ്, ബീഹാർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലാണ്. ഈ വിഷയത്തിൽ അവരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോഴും കേരളത്തിലെ ചില ഹോട്ടലുകളിൽ പണിയെടുക്കുന്നവരിൽ 17 വയസ്സും അതിൽ താഴെയുള്ളവരുമായിട്ടുള്ള കുട്ടികളുണ്ട്. നമ്മൾ തന്നെ ഊണ് കഴിക്കാൻ വേണ്ടി ചെന്നിരിക്കുമ്പോൾ ഭക്ഷണം വിളമ്പി തരുന്ന ചില കുട്ടികളുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അറിയാം അവർക്ക് 17 വയസ്സോ അതിൽ തൊട്ട് താഴെയോ ആണ് എന്ന്. മറ്റേതോ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരിലോ ഇറക്കുമതി ചെയ്യപ്പെട്ടവരായിരിക്കാം, ചിലപ്പോൾ സ്വമേധയാ വന്നവരായിരിക്കാം. ഇതൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുന്നവർ. അല്ലാതെ ഉള്ള കുട്ടികൾ എവിടേക്ക് പോകുന്നു എന്നതും വലിയ സംശയമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികളെ കണ്ടെത്തുന്നതിൽ കേരളം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അത് ഇതര സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിന് മറ്റ് മേഖലകളിലുള്ള എല്ലാ ഔന്നത്യത്തിൻ്റെയും ഭാഗമായിട്ട് അതിനെ കണക്കുകയും ചെയ്യാം. പക്ഷേ ഈ 607 കുട്ടികൾ കാണാതായിരിക്കുന്നു, അവർ ഇപ്പോഴും കാണാമറയത്താണ് എന്നുള്ള കണക്ക് അത് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ശക്തി കൂട്ടേണ്ടതുണ്ട് എന്നതിലേക്ക് ആ ചിന്തയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു കുട്ടിയെപ്പോലും കാണാതാവാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുന്നതുവരെ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്കും സർക്കാരുകൾക്കും വിശ്രമം ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരേണ്ടത്. പണ്ടൊക്കെ നമ്മൾ കരയുന്ന കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർ കരയാതിരിക്കാനും അല്ലെങ്കിൽ കുറുമ്പ് കാണിക്കാതിരിക്കാനും വികൃതി കാണിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ചാക്കുകാരൻ വരുന്നു സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്താറുണ്ടായിരുന്നു. ചാക്കുമായിട്ട് വരുന്നവർ പിള്ളേരെ പിടിക്കുന്നവരാണ്, അവർ ചാക്കിലിട്ട് കുട്ടികളെ കൊണ്ടുപോകുമെന്ന് സൂചിപ്പിച്ചിട്ട് അവരുടെ കുറുമ്പിനെ മാറ്റാൻ ശ്രമിക്കും. പക്ഷേ ഇപ്പോൾ ആ ചാക്ക് പിടുത്തക്കാർ എന്ന് പറയുന്നത് പഴയ രൂപത്തിലുള്ള കെട്ടുകഥകളിലെ ഒരു അവാസ്തവ രൂപമല്ല. ഇന്ന് ചാക്കുകാർ എന്ന് പറയുന്നത് വിവിധ രൂപത്തിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലുടനീളം മറ്റ് പല വേഷങ്ങളിൽ ആണ് ഉള്ളത്. അവരാരാണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാണാതായ കുട്ടികൾ കാണാതാക്കപ്പെടുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ NCRBയുടെ കണക്കുകളിലേക്ക് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഇതിന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ഇത്രയധികം കുട്ടികൾ കാണാതായി എന്ന് പറയുമ്പോൾ അവർ കാണാതാകുന്നു എന്നുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം മെച്ചപ്പെട്ടതുകൊണ്ടാണ് കണക്കുകൾ കൂടുന്നത് എന്നാണ്. അതിൻ്റെ അർത്ഥം അതിന് മുൻപും കാണാതായി പോകുന്ന കുട്ടികളുടെ വലിയ ഒരു നിര അത് നമ്മളുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നായിരിക്കാം. പക്ഷെ അതിൽ വാസ്തവമുണ്ട് എങ്കിൽ തന്നെയും യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള കാണാതാകലിന് പിറകിലുള്ള കാര്യങ്ങൾ? സ്വാഭാവികമായിട്ട് അവർ കാണാതാകപ്പെടുകയാണോ എന്നത് അല്ല, മറിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത് ലൈംഗിക ചൂഷണവും മനുഷ്യക്കടത്തും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഈ കാണാതാകുന്ന കുട്ടികളിൽ 70% പെൺകുട്ടികളാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും ഗൗരവം കൂട്ടുന്ന കാര്യം. ഇത് വ്യക്തമാക്കുന്നത് ലൈംഗിക ചൂഷണത്തിനും മനുഷ്യക്കടത്തിനും വേണ്ടി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന മാഫിയ ഇപ്പോഴും സജീവമായിട്ട് നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ഭിക്ഷക്കാരുടെ രൂപത്തിലല്ല, അല്ലാതെ ഒരു മാഫിയയായിട്ട് തന്നെ അത് പ്രവർത്തിക്കുന്നു. അപ്പോൾ മനുഷ്യക്കടത്ത് പഴയതുപോലെ അതിർത്തി കടന്നുള്ള കച്ചവടമല്ല, മറിച്ച് സംസ്ഥാനങ്ങൾക്കകത്ത് ഈ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്വമേധയാ ഉള്ള കുട്ടികളുടെ ഒളിച്ചോട്ടമാണ്. ഈ സ്വമേധയാ ഉള്ള ഒളിച്ചോട്ടത്തിന് കാരണമാകുന്നത് വീട്ടിലുള്ള ഗാർഹികമായിട്ടുള്ള പീഡനങ്ങളായിരിക്കാം, മാതാപിതാക്കൾ തമ്മിലുള്ള നിരന്തരമായ വഴക്കുകൾ കണ്ട് മടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിരിക്കാം, വീട്ടിലെ മറ്റ് അസ്വസ്ഥതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നതായിരിക്കാം, വീടിനകത്ത് നിന്ന് തന്നെയുള്ള പോക്സോ പീഡനങ്ങൾ അടക്കമുള്ളവയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുട്ടികൾ വീട് വിട്ട് ഇറങ്ങുന്നതായിരിക്കാം. മറ്റൊന്ന് ചീത്ത കൂട്ടുകെട്ടുകളുടെ ഭാഗമായിട്ട് അതിൻ്റെ പ്രേരണയാൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കാം. സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം സ്വാഭാവികമായിട്ട് വളരെ വലുതാണ്. ആ മാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്ന അപകടകരമായിട്ടുള്ള സൗഹൃദങ്ങളും പ്രേരണകളും ഒക്കെ കുട്ടികളെ വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിലുള്ള പ്രണയബന്ധങ്ങൾ കൂടി അതിന് കാരണമാകുന്നു. പക്ഷേ ഇതൊക്കെ താരതമ്യേന തുലവും ഇതിൻ്റെ തീവ്രത കുറഞ്ഞ ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ലൈംഗികമായിട്ടുള്ള ചൂഷണവും അതേപോലെയുള്ള കാര്യങ്ങളുമാണ്. ഈ ചെറിയ പ്രായത്തിലെ പ്രണയബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പ്രണയബന്ധങ്ങളുടെ പേരിൽ വീട് വിട്ടു പോകുന്നത് പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നു. അതിൽ പലതിലും പോക്സോ കേസുകൾ ഉൾപ്പെടെയുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു. മറ്റൊന്ന് ഭിക്ഷാടന മാഫിയയാണ്. പണ്ടത്തെ അത്ര സജീവമല്ലെങ്കിൽ പോലും ഭിക്ഷാടനത്തിനും ലേബർ ക്യാമ്പുകളിലേക്കും കുട്ടികളെ കടത്തുന്ന സംഘങ്ങളും ഇപ്പോഴും
പ്രവർത്തിക്കുന്നുണ്ട്. പ്രേക്ഷകരിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും പ്രമുഖ സംവിധായകനും ദേശീയ പുരസ്കാര ജേതാവുമായിട്ടുള്ള ജയരാജിൻ്റെ ഒറ്റാൽ എന്ന സിനിമ. ഒറ്റാൽ എന്ന സിനിമയിൽ അനാഥത്വം അനുഭവിക്കുന്ന ഒരു കുട്ടിയെ സംരക്ഷിച്ച് കൂടെ നിർത്തുന്ന ആലപ്പുഴയിലെ കായലോരങ്ങളിലും കുട്ടനാടിൻ്റെ കായലോരങ്ങളിലും താറാകൃഷിയോടൊപ്പം അവനെയും കൂട്ടിപ്പോകുന്ന ഒരു വാത്സല്യനിധിയായിട്ടുള്ള ഒരു അപ്പൂപ്പനെയും ആ അപ്പൂപ്പൻ്റെ കീഴിൽ അങ്ങനെ പോകുന്ന ഒരു കൊച്ചു ആൺകുട്ടിയെയും നമ്മൾ ആ സിനിമയിൽ കാണുകയുണ്ടായി. പിന്നീട് ആ ആൺകുട്ടിക്ക് നല്ലൊരു ജോലി നൽകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ടുപോകുന്ന ക്രൂരനായ ഒരു കഥാപാത്രം. പിന്നീട് അവനെ നമ്മൾ കാണുന്നത് ശിവകാശിയിലെ ഒരു പടക്കക്കടയ്ക്കകത്ത് കാറ്റും വെളിച്ചവും കയറാത്ത ഒരു മുറിയിൽ നിത്യേന നിരന്തരം വലിയ മർദ്ദനങ്ങളേറ്റ് അവിടെ ജോലി ചെയ്യേണ്ടി വരുന്ന അവൻ്റെ നരക ജീവിതത്തെക്കുറിച്ചുള്ള ആവിഷ്കാരമായിരുന്നു ജയരാജിൻ്റെ ഒറ്റാൽ എന്ന് പറയുന്നത്. അതിന് സമാനമായിട്ട് അത്തരം ഇടങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നവരുടെ വലിയ സംഘങ്ങൾ ഇവിടെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു സംഘം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിലെ അധോലോകം എന്ന് പറയുന്ന ഡാർക്ക് നെറ്റിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളൊക്കെ വിറ്റ് കാശാക്കുന്നവരുടെ വലിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. അതിനുവേണ്ടി ചിത്രീകരിക്കുന്നതിന് വേണ്ടി കുട്ടികളെ തട്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് നരകവേദന അനുഭവിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിത്രീകരിച്ച് ഡാർക്ക് നെറ്റിലേക്ക് വിൽക്കുന്ന അതിക്രൂരന്മാരുടെ ലോകവും നമ്മുടെ ചുറ്റിലും നാം അറിയാതെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ജാഗ്രതയോടുകൂടി കാണേണ്ട കാര്യമാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ കുട്ടികളുടെ തിരോധാനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചില നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം ഫലവത്താകുന്നു എന്നുള്ളത് സംശയാസ്പദമാണ്. ഇപ്പോൾ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിൻ്റെ ചില പദ്ധതികളുണ്ട്. അതിലൊന്ന് മിഷൻ വാത്സല്യ പോർട്ടൽ എന്ന് പറയുന്ന ഒന്നാണ്. ഈ മിഷൻ വാത്സല്യ പോർട്ടൽ പ്രകാരം കാണാതായിട്ടുള്ള കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ട്രാക്ക് ചൈൽഡ് എന്ന് പറയുന്ന പോർട്ടലൊക്കെയുണ്ട്. ഖോയ പായ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതൊക്കെ സംയോജിപ്പിച്ചിട്ടാണ് ഈ ഏകീകൃത പോർട്ടൽ വികസിപ്പിച്ചത്. ഒരു കുട്ടിയെ കാണാതായാൽ ഉടൻ തന്നെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ആ പോർട്ടലിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാം, വിവിധ ഏജൻസികളുമായിട്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാം. ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ പഴുതുകൾക്കപ്പുറത്തും കാണാതാകപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. പോക്സോ നിയമം എന്ന് പറയുന്നത് അത് കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ളൊരു നിയമം എന്നുള്ളതിലേക്ക് നമ്മുടെ മുമ്പിൽ പോക്സോ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് കുട്ടികളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ എത്രത്തോളം ഉണ്ട് എന്നത് പരിശോധിക്കേണ്ടതുമുണ്ട്. സംസ്ഥാന തലത്തിൽ ഒരു ജാഗ്രത ഏത് രീതിയിൽ അതിനെക്കുറിച്ച് ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ കേരള പോലീസ് തീർച്ചയായിട്ടും കൂടുതൽ ഊർജ്ജസ്വലമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷേ 607 കുട്ടികൾ അവരെവിടെ പോയി, അവരെ കണ്ടെത്താനുള്ള അന്വേഷണം എവിടെ എത്തി, ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് സർക്കാർ വ്യക്തമാക്കണം. ഇത് ഈ പറയുന്ന 2018 മുതൽ 23 വരെയുള്ള 5 വർഷത്തെ കാലയളവാണ്. 2023 ശേഷം 24, 25 കഴിയുന്നു. ഇപ്പോൾ ഈ വർഷങ്ങളിലും കാണാതാകപ്പെടുന്ന കുട്ടികളുണ്ട്. അവരുടെ കണക്കുകൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. അപ്പോൾ കൂടുതൽ കുട്ടികളെ കാണാതാകുന്ന സമയങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് ഉത്സവ സീസണുകളിലാണ്, സ്കൂൾ അവധി സമയങ്ങളിലാണ്. അപ്പോൾ അത്തരം സമയങ്ങളിലൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്താൻ പോലീസിന് കഴിയണം. ഓരോ പോലീസ് സ്റ്റേഷനും അവരുടെ പരിധിയിൽ കാണാതായിട്ടുള്ള കുട്ടികളുടെ കേസുകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടിയിരിക്കുന്നു. സർക്കാരിൻ്റെ സംവിധാനങ്ങൾ എത്രയൊക്കെ മികച്ചതായാലും മാതാപിതാക്കൾക്ക് ഈ വിഷയത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. കാരണം പുറത്തുനിന്നുള്ള ഭീഷണി പോലെ തന്നെയാണ് ഗാർഹികമായിട്ടുള്ള ഭീഷണികൾ. അതേക്കുറിച്ചും ഇവർ ബോധമുള്ളവരായിട്ട് മാറേണ്ടതുണ്ട്. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. കുട്ടികളുമായിട്ട് സംസാരിക്കുക, കുട്ടികൾ വീടിനുള്ളിൽ സന്തോഷവാന്മാരാണോ എന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പീഡനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കാനുള്ള അവസരം നൽകുക. സുഹൃത്തുക്കളെ അറിയുക, നിങ്ങളുടെ കുട്ടികൾ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്, അവർ എവിടേക്കാണ് പോകുന്നത്, എത്ര മണിക്കാണ് തിരിച്ചു വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഡിജിറ്റൽ ജാഗ്രതയും, സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികൾ ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നത്, അവർ കാണുന്ന ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണ്, അതിലൊക്കെ ശ്രദ്ധിക്കുക. അനാവശ്യമായ സൗഹൃദങ്ങൾ അവർ കുട്ടികളെ കുരുക്കിലാക്കിയേക്കാം. അതിൽ നിന്ന് അവരെ വിമുക്തരാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കണക്കുകൾ എന്ന് പറയുന്നത് കേവലം ചില സ്റ്റാറ്റിസ്റ്റിക്കുകളല്ല. ഓരോ സംഖ്യയും വാസ്തവത്തിൽ ഓരോ കുട്ടിയാണ് എന്ന് തന്നെയാണ്. കാരണം 11,100 എന്നിങ്ങനെ കണക്കെഴുതി കാണിക്കുമ്പോൾ അതിന് ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈ ഓരോ അക്കത്തിനെയും നമ്മൾ ഓരോ കുഞ്ഞായിട്ട് കാണുകയും അവരുടെ പേടിച്ച മുഖങ്ങളായിട്ട് കാണുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ സംഖ്യ എന്ന് പറയുന്നത് ഓരോ കുട്ടിയാണ്, ഓരോ പ്രതീക്ഷയാണ്, ഓരോ കുടുംബമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിൻ്റെ കുടുംബത്തിന് സംഭവിച്ച ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ ഒരു പുതിയ ഫയൽ തുറക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ കണ്ടെത്താനുള്ള 607 കുട്ടികളുടെ കേസുകൾ പ്രത്യേകമായിട്ടുള്ള സംഘങ്ങൾ രൂപീകരിച്ച് പുനരന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാലപ്പഴക്കം വന്ന കേസുകൾ പോലും ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വീണ്ടും പരിശോധിക്കാൻ കഴിയും. വിവരശേഖരണത്തിൽ കൃത്യമായിട്ടുള്ള വേഗത കൂട്ടേണ്ടിയിരിക്കുന്നു. 2023 വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത്. 2025 ഇപ്പോൾ അവസാനിക്കാറുമായി. ഡാറ്റ ശേഖരണവും അപ്ഡേഷനും വേഗത്തിലാക്കേണ്ടിയിരിക്കുന്നു.
വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഓരോ കേസിനും ഒരു സമയപരിധി നിശ്ചയിച്ച് തീർപ്പാക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ സംസ്ഥാന അതിർത്തികളിൽ വലിയ രീതിയിലുള്ള ഏകോപനം ഉണ്ടാക്കണം. തട്ടിക്കൊണ്ടുപോകുന്ന കുട്ടികളെ സംസ്ഥാനാന്തര മാഫിയകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടക, തമിഴ്നാട് അവിടങ്ങളിലൊക്കെ പോലീസുമായിട്ട് ശക്തമായിട്ടുള്ളൊരു ഏകോപനം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ കാണാതായ ഓരോ കുട്ടിയും തെരഞ്ഞെടുപ്പ് ദിവസമെങ്കിലും രാഷ്ട്രത്തിൻ്റെ നഷ്ടമാണ്. അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ പരമമായ ഉത്തരവാദിത്വവുമാണ്. ഈ 607 കുട്ടികളെയും എത്രയും വേഗം കണ്ടെത്തി അവരെ കുടുംബാംഗങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണം. അതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുതിയ ഊർജം കണ്ടെത്തണം, അന്വേഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ.